ഉഗ്ര മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ക്ലാസിക് മൂവിയാണ്, എന്നാൽ നന്നായിട്ട് ഓടേണ്ട മൂവിയാണ്. ഒരു ലാഗ് പോലും എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഗംഭീരമായ സിനിമ, എല്ലാവരും കാണുന്ന ഒരു സ്ത്രീപക്ഷ സിനിമയാണ്. നാടകകലാകാരന്മാരുടെ ജീവിതത്തിലൂടെ ഒരു സ്ത്രീ അനുഭവിക്കുന്ന നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു വിഷയത്തെ, ആ വിഷയമൊന്നും ഞാൻ പറയുന്നില്ല. വളരെ ഗംഭീരമായി നാടകത്തിൻ്റെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയിട്ടുള്ള സിനിമയാണ്. കാലിക പ്രശസ്തിയുള്ള സിനിമയാണ്. ഒരുപറ്റം നാടക കലാകാരന്മാരാണ് സെൽവരാജ്, അതുപോലെ അജി, അതുപോലെ നന്ദനുണ്ടി തുടങ്ങിയ ഒത്തിരി സുധീർ ബാബു തുടങ്ങിയ നാടക നടന്മാർ വർഷങ്ങളായി കേരളത്തിലെ വലിയ ഒരുപാട് സ്റ്റേജുകളിൽ നാടകം അവതരിപ്പിച്ചിട്ടുള്ള കലാകാരന്മാരെ നാളെ സ്ത്രീപക്ഷ സിനിമയാണ്. സ്ത്രീകളും കുടുംബങ്ങളും ഒക്കെ കാണുന്ന സിനിമയാണ്. ഗംഭീരമായ പെർഫോമൻസ് ആയിരുന്നു എല്ലാ ആർട്ടിസ്റ്റുകളും സംവിധായകരും പ്രത്യേകം അഭിനന്ദനം. വിനോദ് ഏക്കരാശിയുടെ മികച്ച ഡയറക്ഷനാണ് നമ്മുടെ വിനയ് ഫോർട്ട് ആറാടിയെന്ന് തന്നെ പറയാം. ഒരു സംഭവബഹുലമായ ഒരു സാമൂഹിക പ്രവർത്തനമുള്ള മികച്ചൊരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. എല്ലാ തിയേറ്ററിൽ നിന്ന് കാണേണ്ട സിനിമയാണ്. വിനയ് ഫോർട്ടിൻ്റെ മാജിക് എൻ്റർടൈൻമെൻറ്റാണ്. പിന്നെ സറിൻ്റെ മികച്ച അഭിനയം. സാധാരണ റിവ്യൂ ഇങ്ങനെ എടുക്കാൻ നിൽക്കുമ്പോൾ ഒന്നും പറയാതെ പോവുകയാണ് റിവ്യൂ. പക്ഷേ ഇതിനെന്തോ പറയണമെന്ന് തോന്നി. ഗംഭീര സിനിമ, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. ആട്ടം ആടി തീർത്ത് തിയേറ്ററിൽ മിസ്സാക്കാതെ വന്ന് കാണാൻ പറ്റിയ നല്ല സിനിമയാണ്. ഈയിടെ കഴിഞ്ഞതിൽ വെച്ചും സൂപ്പർ മലയാള സിനിമ മിസ് ചെയ്ത് നല്ലോണം. ആട്ടം കാണാൻ വരുന്നവരോട് ഒരു ഫെസ്റ്റിവൽ മൂവിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. അപാര സ്ക്രിപ്റ്റ് പ്ലേ ആണ്. നല്ല ഓരോ ക്യാരക്ടറിനെയും സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. നിങ്ങൾ എന്തായാലും കാണണം. ഒരു ഫെസ്റ്റിവൽ മൂവി അല്ല, സിനിമാറ്റിക്കിൻ്റെ എല്ലാ ചേരുവകളും ഈ സിനിമയ്ക്കുണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. വളരെ നല്ലൊരു സിനിമയാണ്. ധൈര്യമായിട്ട് എല്ലാവർക്കും തിയേറ്ററിൽ ഒന്ന് കാണാം. ഈ പറഞ്ഞതുപോലെ ഫെസ്റ്റിവലിലും അതുപോലെ തന്നെ തിയേറ്ററിൽ ഒരേപോലെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ്. ഈ കാണാത്തവർ എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണണം. താങ്ക് യു സോ മച്ച്. ഒരുപാട് പുതുമുഖങ്ങളെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത്. കാരണം ഒരു നായിക വരുമ്പോൾ നടന്മാരുണ്ട്. ഒരുപാട് പ്രത്യേകതയുണ്ട് ഫെസ്റ്റിവൽസിൽ. എങ്ങനെയാണ് ഈ ചിത്രത്തിൽ പാർട്ട്ണർ എങ്ങനെയാണ് എക്സ്പീരിയൻസ്? അത് വലിയ സന്തോഷമാണ്. കാരണം അവർ ഈ പറയുന്നതുപോലെ ഈ സിനിമയിൽ അവർ പുതുമുഖങ്ങളാണെന്നുള്ളൂ. ഒരു 10-20 വർഷമായിട്ട് അവരെല്ലാവരും വിനയ് ആണെങ്കിലും നമ്മുടെ ആനന്ദ് ഡയറക്ടർ അടക്കം ഇവരെല്ലാം ഒരുമിച്ച് സ്റ്റേജിൽ പ്രവർത്തിക്കുന്നവരാണ്, തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ അവർക്കെല്ലാം സിനിമയിൽ അഭിനയിക്കാനൊരു അവസരം ഇപ്പോൾ കിട്ടിയെന്നുള്ളൂ. അതവർ അവർ ലേറ്റായി പോയെന്നുള്ളതാണ്. എല്ലാവരും ഗംഭീര ആക്ടേഴ്സാണ്. അത് സിനിമ കാണുമ്പം അത് മനസ്സിലാവും. അപ്പം അവരുടെയൊക്കെ ഒപ്പം ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിനുള്ള സന്തോഷമാണ്. ഫെസ്റ്റിവൽസിലൊക്കെ ഓടിയുണ്ട് ഒരു ഫെസ്റ്റിവൽ മോഡൽ സിനിമയിൽ തന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയാണെന്നാണ് തിയേറ്ററിൽ തന്നെ. അല്ല, അത് ഒരു ഫെസ്റ്റിവലിന് അങ്ങനെ ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടിയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ മൂവി എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതല്ല, ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണത്. അതാണ് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിയുമ്പോൾ എല്ലാവരും പറയുന്നത് അതാണ്. തിയേറ്ററിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ് ആട്ടം. ടെക്നിക്കൽ സൈഡെല്ലാം ഗംഭീര ആൾക്കാരാണ് എല്ലാവരും വർക്ക് ചെയ്തിട്ടുള്ളവരും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് വിനീച്ചേട്ടൻ ഒരു വലിയൊരു ക്രൂവിൻ്റെ കൂടെ ഒരു പാർട്ടാണ്. എങ്ങനെയുണ്ട് ആ ഒരു ഫീലിംഗ്? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി ഫീലിംഗ് ആണ്. എനിക്ക് പറയാൻ പോലും പറ്റുന്നില്ല, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല എന്തൊക്കെയാണ് മനസ്സിലൂടെ ഓടുന്നത്. നമ്മൾ കുറേ ഫെസ്റ്റിവൽസിന് പോയി. ഞാൻ ആക്ടർ ആവണമെന്ന് തീരുമാനിച്ചത് ഒരു 6-7 വർഷം മുന്നേ ആയിരുന്നു. അപ്പോൾ ഞാൻ തിയേറ്റർ ചെയ്യുമായിരുന്നു. തിയേറ്റർ ചെയ്യുന്ന സമയത്ത് എൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ ഒരു പടം IFFKയിൽ എത്തണം, അവിടെ ഒരു സ്ക്രീനിങ് ഉണ്ടാവണം, എൻ്റെ ഫാമിലിയെ കൊണ്ടുപോകണം. പിന്നെ ഈ വർഷം അത് നടന്നു. ഒരു പടമല്ല, 2 പടം കൊണ്ടാണ് IFFKയിൽ പോയത്. B32 ആട്ടവും. ആൻഡ് ഫാമിലി വളരെ പ്രൗഡാണ്. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ജേർണിയിലൂടെ കൂടെ നിന്ന് എൻ്റെ എല്ലാ ഫ്രണ്ട്സും എൻ്റെ സ്ട്രഗിൾസ് എല്ലാം കണ്ട് അവർക്കൊരു നല്ല പ്രൗഡ് ഫീലിംഗ് ആണ്. എല്ലാവരും ആ നാട്ടം കണ്ടിട്ട് നല്ല കാര്യങ്ങളാണ് പറയുന്നത്. കണ്ടവരെല്ലാം നന്നായിട്ട് എൻഗേജ് ചെയ്തിട്ടുണ്ട്. അവരിത് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട് ആട്ടം. ആൻഡ് ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ എല്ലാ ആസ്പെക്ട്സുള്ള പടമാണ് ആട്ടം. ഇത് ഫെസ്റ്റിവൽസിൽ എല്ലാവരും കുറച്ച് പേരെങ്കിലും പറയാം ഫെസ്റ്റിവൽ ടൈപ്പാണ്. പക്ഷേ അത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട. ഡെഫിനറ്റ്ലി. കാരണം നമ്മൾ ഫെസ്റ്റിവൽസിൽ പോയിട്ടുണ്ടെങ്കിലും ആ ടാഗിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ഫെസ്റ്റിവൽ പടമായിട്ട് ടാഗ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സീറ്റിൻ്റെ എഡ്ജിലിരുത്തിക്കുന്ന രീതിയിലാണ് പടം പോകുന്നത്. ഞാൻ കുറേ സ്ക്രീനിൽ ആൾക്കാരെ കണ്ടപ്പോൾ അവർ സീറ്റിന് അറ്റത്തിരുന്ന് ഇങ്ങനെ കൈയടിക്കുകയും അവർ എത്രയും ആകാംക്ഷയോടെ കണ്ടിരിക്കുകയാണ്. ആ എൻഗേജ്മെൻ്റ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ പടം വേറെ കുറേ ടൈപ്പ് ഓഡിയൻസിലേക്ക് എത്തും. എല്ലാ ഏജ് ഗ്രൂപ്പിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യം മാമി ഇഫിലൊക്കെ പോയപ്പോൾ നോൺ മലയാളി ഓഡിയൻസസ് ആയിരുന്നു. അപ്പോൾ ഈ ഇത്രയും ഡയലോഗ് ഇൻറ്റൻസ് പടമായതുകൊണ്ട് അതിൻ്റെ ന്യൂആൻസസ് ഒന്നും അവർക്ക് കിട്ടിയില്ല. എന്നാലും അവർക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ വൻ വർക്കായി.
ഇഫിയിലെ ഇന്ത്യൻ പനോരമ കാറ്റഗറിയിലെ ഓപ്പണിംഗ് ഫിലിമായിരുന്നു ആട്ടം. പിന്നെ IFFK എത്തിയപ്പോഴാണ് ശരിക്കുള്ള നമ്മുടെ പ്രതീക്ഷകൾ തന്നെ കൂടിയത്. അവിടെ ഫുൾ കമൻ്റടി, എൻഗേജ്മെൻറ്റ് അടിപൊളിയായിരുന്നു. കൈയടി, സ്റ്റാൻഡിങ് ഒവേഷൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് കലാകാരന്മാരെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പലരും പറയുന്നത് അവർക്ക് സിനിമയിലേക്ക് എത്താൻ വൈകിപ്പോയി എന്നാണ്. ശരിക്കും പറയാൻ ആ ഒരു ഫീലിംഗ് തന്നെ കിട്ടുന്നുണ്ടോ? അത് ഞാൻ വളരെ ഹാപ്പിയാണ്. ഈ ചേട്ടന്മാർ 9 പേരുടെ ഡെബ്യൂ ആണ് ഇതിലൂടെ നടക്കുന്നത്. അപ്പോൾ ഞാൻ ആട്ടം പലതവണ കണ്ടിട്ടുണ്ട്. ആൻഡ് ഈ ചേട്ടന്മാർ ബാക്കിയുള്ളവരെല്ലാം അവരുടെ സിനിമ പ്രേക്ഷകർ മാത്രമല്ല സെലിബ്രിറ്റീസും വന്ന് ഓരോ സ്ക്രീനിങ്ങിൽ ഈ പടം അപ്രീഷിയേറ്റ് ചെയ്ത അവരത് കാണുമ്പോൾ അവരുടെ സന്തോഷവും സംതൃപ്തിയും ഉണ്ടല്ലോ, അത് വേറൊരു ഫീലിംഗ് തന്നെയാണ്. ആൻഡ് അവരുടെ ആ സംതൃപ്തി കാണുമ്പോൾ ഞാൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ട് ആട്ടത്തിൽ ആക്ച്വലി എനിക്ക് ഒരു ചെറിയ റോള് കിട്ടിയിരുന്നെങ്കിലും ഞാൻ ഡെഫിനറ്റ്ലി ഇത് ചെയ്തേനെ. കാരണം ഇത് ആക്ടർ എന്ന നിലയിൽ എൻ്റെ ഒരു പേഴ്സണൽ ഈഗോ അതിനെക്കാട്ടി വലുതാണ് ആട്ടം എന്ന സിനിമ. ആട്ട സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നാടകമായിട്ട് റിലേറ്റ് ആവണ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതായത് ഒരു രസമുണ്ട്, കഥ പോണ രീതി രസമുണ്ട്. അതായത് തുടക്കത്തിൽ ഒരു 10-15 മിനിറ്റ് അത് ശരിക്കും നമ്മൾ എങ്ങനെ ഒരു നാടകം കളിക്കണം അതേപോലെ തന്നെ കാണാം. കാരണം ഞാൻ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ശരിക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റി. എന്തായാലും കൊള്ളാം. അതായത് ഒരു വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് എന്തായാലും തോന്നി. പിന്നെ അതേപോലെ തന്നെ ഇതിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വിനയ് ഫോർട്ടിൻ്റെ ഷാജോൻ്റെ ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവർ രണ്ടുപേരും പേര് എനിക്ക് അറിയുള്ളൂ, ബാക്കിയുള്ളവരുടെ പേര് അറിയില്ല. എന്തായാലും അഭിനയിച്ച എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, വൺ ടൈം വാച്ചബിളായിട്ട് എനിക്ക് തോന്നി. അടിപൊളി പടം, എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണും. എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ പെർഫോമൻസ് ഒക്കെ? വിനയൻ്റെ ഷാജോൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഒന്നിനൊന്നിന് ബെറ്ററായിരുന്നു. ഒരാളെ നമുക്ക് മോശമെന്നോ ഒരുപാട് താഴെയെന്നോ പറയാൻ പറ്റില്ല. അവനോനുള്ള ക്യാരക്ടർ എല്ലാവരും അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം ഏത് ജോണറാണ്? സസ്പെൻസ് ആണോ, ഇമോഷണൽ ആണോ? ഇത് ഒരു ത്രില്ലറാണ് സംഭവം. അത് കണ്ടു കഴിയുന്ന സംഭവം നമ്മൾ അതിന് വീണിരിക്കും ഉറപ്പാണ്. എല്ലാം കൊണ്ട് എൻഗേജിങ് ആണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണോ? തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. സന്തോഷം, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആളുകൾ ഭയങ്കരമായിട്ട് പ്രേക്ഷകർ സ്വീകരിക്കുന്ന സിനിമയെ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ ഒരു കർണഭാരം ചുമന്നവർ എന്ന് പറയുന്നൊരു വാട്സപ്പ് കൂട്ടായ്മയുടെ, കർണഭാരം നാടകം കളിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ. ആ വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു റിസൾട്ടാണ് ഈ സിനിമ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ 20-22 വർഷമായിട്ട് നാടകം ചെയ്യുന്ന, നാടകത്തിൽ നിൽക്കുന്ന ആളുകളാണ്. അഭിനയമാണ് പാഷൻ. അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് വന്നതാണ് ഈ സിനിമ. ആനന്ദ് ഏഗർഷി എന്ന് പറയുന്ന ബ്രില്യൻ ഡയറക്ടർ, ബ്രില്യൻ റൈറ്റർ, അദ്ദേഹത്തിൻ്റെ ക്രാഫ്റ്റ്, പിന്നെ വിനയ് ഫോർട്ടിൻ്റെ എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള, എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള ആ ഒരു വലിയ കാഴ്ചപ്പാട്. ജനങ്ങൾ ഭയങ്കരമായിട്ട്, പ്രേക്ഷകർ വളരെയധികം സിനിമ സ്വീകരിച്ചു എന്ന് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഫസ്റ്റ് ഷോ തന്നെ ഹൗസ്ഫുള്ളാണ്, വലിയ സന്തോഷം. പുതുവർഷത്തിലെ ആദ്യത്തെ റിലീസാണ് ആട്ടം. സാധാരണഗതിയിൽ കുറേ അവാർഡൊക്കെ കിട്ടി ഞങ്ങൾക്ക്. ലോസ് ആഞ്ചലസിൽ അവാർഡ് കിട്ടി, എല്ലായിടത്തും അവാർഡൊക്കെ കിട്ടി. IFFK നിറഞ്ഞ സദസ്സിൽ കാണിച്ചു. പക്ഷേ ഒരു അവാർഡ് മൂവി എന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട മൂവി അല്ല ഇത് എന്ന് ഈ ഓഡിയൻസിൻ്റെ ഈ പങ്കാളിത്തം നമ്മളെ ബോധ്യപ്പെടുത്തി. ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള, ഓരോ മൊമെൻറ്റിലും ഓരോ മിനിറ്റിലും എൻഗേജിങ് ആയിട്ടുള്ളൊരു സിനിമ. ഭയങ്കര സന്തോഷമുണ്ട്, വലിയ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഞങ്ങളെല്ലാവരും തുടക്കക്കാരാണല്ലോ, ഫസ്റ്റ് ഫിലിമാണ് ഞങ്ങൾ 9 പേരുടെയും. വലിയ സന്തോഷം.